LDF UDF രണ്ടും നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ദ്രാവിഡ മണ്ണാണ്, ഇത് പെരിയാറിന്റെ മണ്ണ്. ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഇതെല്ലാം കേരള, ഇതെല്ലാം ദ്രാവിഡ മണ്ണാണ്, പെരിയാറിന്റെ ഭൂമിയാണ്. ഇവിടെ നമുക്ക് BJP വരാൻ പാടില്ല എന്ന് മാത്രമേ ഒരു ഒറ്റ നിലപാട്. ഇന്ത്യയുടെ നമ്പർ 1 ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവരുടെ അനുവാദത്തോടു കൂടി കേരളത്തിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ DMK മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും DMKക്ക് ഒരു സപ്പോർട്ട് നൽകണം. എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ എന്തുമാത്രം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാസം 31-ാം തീയതി 12 മണി രാത്രി 12 മണി ആണ് മുമ്പ് 1000 രൂപ എല്ലാവരുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും കൊടുക്കുന്നുണ്ട്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ വീട്ടിൽ കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ ബസ്സിലെ ഈ എല്ലാ സ്ത്രീകൾക്കും എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ബീഹാറിൽ നിന്ന് വന്നാലും മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാലും എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണ് അവിടെ തമിഴ്നാട് മൊത്തം കറങ്ങാനുള്ള നമുക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആസ്പത്രിയിൽ പോയി നിൽക്കേണ്ട ആവശ്യമല്ല. എല്ലാ ഗ്രാമങ്ങൾക്കും നമുക്ക് അവിടെ നിന്ന് മെഡിക്കൽ ക്യാമ്പ് ഇട്ടിട്ട് ഒരാഴ്ചയ്ക്ക് കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് ഡോക്ടേഴ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ കിട്ടണമെന്നുള്ളതാണ് നമുക്ക് താല്പര്യം. അതിനുവേണ്ടി ഒരു മുന്നേർപ്പാടായിട്ടാണ് നമ്മൾ DMK ഈ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാലം കിട്ടാതെ ഉദയസൂര്യൻ ചിഹ്നം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഉദയസൂര്യനാണ് ഇപ്പം നമ്മൾ എല്ലാം മത്സരിക്കാൻ പോകുന്നത്. നമ്മൾ DMK ഭരണ സമയത്ത് മുല്ലപ്പെരിയാറിന്റെ ഒരു ഇഷ്യൂവേ വരത്തില്ല. അത് നമ്മുടെ മുതിർന്ന നേതാവ് ഡോക്ടർ കളങ്ങരുള്ള സമയത്തും ഇപ്പോൾ നമ്മുടെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവരുള്ള സമയത്തും ഇങ്ങനെ മുല്ലപ്പെരിയാറിന്റെ ഒരു ഇഷ്യൂവേ വരത്തില്ല. അതിനൊന്നും ആർക്കില്ല. നമുക്ക് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ്, LDF ആയാലും UDF ആയാലും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. ഇല്ല, നമ്മൾ നിന്ന് കളഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ഇപ്പൊ BJPക്ക് വളരെ ഡേഞ്ചറസ് സോണാണ് ഇരിക്കുന്നത്. ഇപ്പൊ BJP വരാൻ സാധ്യത ഉള്ളതാണ്. നമ്മൾ മത്സരിച്ചാൽ BJP 100% ജയിക്കും. നമുക്ക് അവർക്ക് ഈ ഒരു മണ്ഡലത്തിൽ LDF ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ LDF ചെയ്യണം, UDF ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ UDF ചെയ്യണം. അത് നിർദ്ദേശം എല്ലാ നമ്മുടെ പാർട്ടിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ മുന്നണി